എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പശുവിന് മൂക്കയർ ഇടുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. മൂക്കയറും നമ്മൾ മാറുന്നുണ്ട്, പിന്നെ അതിൻ്റെ കിട്ടുന്ന കയറും ഒന്നിച്ച് മാറുകയാണ്. രണ്ട് കയറും നമ്മുടെ പശുവിൻ്റെത് ഒരുപാട് പോയി കിടക്കാൻ നമുക്കൊന്ന് മാറാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇങ്ങോട്ട് കയറി വാ. ബാ 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 ഇങ്ങോട്ട് കയറി വാ. ഇവിടെ ഒരു മാറി കേട്ടോ, ഇങ്ങോട്ട് മാറിയില്ലേ. നമുക്കേ മൂക്കയറൊക്കെ ഒന്ന് മാറാം കേട്ടോ. ആദ്യം നമുക്ക് മൂക്കയറ് മാറാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കെട്ടുന്ന കയറും കൂടെ മാറാം. ഇത് കണ്ടിച്ച് കളയാൻ പോവാണേ. കൊള്ളല്ലടാ, കൊണ്ടുവന്നേ കൊണ്ടുവന്നേ കൊണ്ടുവാ, ഇങ്ങ് കൊണ്ടുവാ. അത് ഊരി കളയട്ടെ. ദൂരി എടുത്തിട്ടുണ്ടേ, അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് കളഞ്ഞേക്കാം. ഇനി രണ്ടറ്റവും നമ്മൾ ഊർപ്പിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കെയർ രണ്ടറ്റവും ഇതുപോലെ ഉരുക്കി നന്നായിട്ട് ചെത്തി കൂർപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമുക്കിത് മൂക്കി കൂടെ ഇങ്ങനെ കയറ്റി വെക്കും. നേരെ നേടാ. ഇങ്ങോട്ട് കാണിച്ചേ, മൂക്ക് കാണിക്കും. മൂക്ക് കാണിച്ചേ, കാണിച്ചേ, മൂക്ക് കാണിച്ചേടി, കാണിച്ചേ. കാണിച്ചേ ഇങ്ങോട്ട്. തല മുക്കിയടി, തല ഒക്കെ പിടിച്ചേ. നമ്മള് സമ്മതിക്കുന്നില്ല കേട്ടോ. അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മള് മാറിയതല്ലായിരുന്നു. ആളെ പോകും കേട്ടോ. ആണിക്കുട്ടിയെ എവിടെയാന്ന് നോക്കട്ടെ, എവിടെയാന്ന് നോക്കട്ടെ. എവിടെയാന്ന് നോക്കട്ടെ, അമ്മ നോക്കട്ടെ, അമ്മ നോക്കട്ടെ എവിടെയാന്ന്. പുറകോട്ട് വീഴുന്നീയ, നമ്മളില്ല നോക്കിയെടുക്കട്ടെ. ഇല്ലെന്നേ, സാരില്ല. കാണിച്ചേ, കാണിച്ചേടി. കാണിച്ചേ മോനെ.
അങ്ങനെ നമ്മൾ മൂക്കയർ കയറ്റിയേക്ക് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൂക്കയർ കയറ്റാൻ, സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു കണക്കിന് കയറ്റി ഇതേ ചാണകം ഇട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അവൾ മേടിച്ചു പോയി. അങ്ങനെ നമ്മൾ മൂക്കയർ കയറ്റി. ഇനി ഈ കെട്ടെല്ലാം നമുക്ക് ലൂസ് ചെയ്ത് കൊടുക്കാം. കുറേ നേരമായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. കയറ്റിയിട്ടാണ് നമ്മൾ. വേദനിച്ചിട്ടാന്ന് തോന്നുന്നു, വായിൽ നിന്നൊക്കെ വെള്ളം ചാടുന്നുണ്ട്. ഞാനും മടുത്തു, അവളും മടുത്തു. ഒരു കണക്കിന് കയറ്റി. അയച്ചു തരാം കേട്ടോ. ആ കത്തി എടുത്ത മോളും. മൂക്കേറയില് നമ്മൾ കയറിട്ടിട്ടില്ല, അതാട്ടോ ഇങ്ങനെ ലൂസായിപ്പോയെ. അവിടെ വലിച്ചോണ്ട് പോയി. ഇങ്ങോട്ട് കയറി വന്നേ, ഇങ്ങോട്ട് കയറി വന്ന് നമ്മൾ കെട്ടിത്തരാം. മൂക്കേറ് പോവും, മൂക്കേറ് പോവും. ഇനിയിപ്പോ കുഴപ്പമില്ല. കണ്ടിച്ചപ്പോഴേ നല്ല കഴുത്തെ കെട്ടിയിരുന്ന കയറാ കണ്ടിച്ചു പോയത്, അതാ പറ്റിയ. ഇനി ഇത് നമ്മൾ കണ്ടിച്ച് കളയുവാണ്. ഇനി നമുക്ക് വേണ്ട. വന്നേ മൂക്കേറമ്മ കെട്ടിത്തരാം. ആടിയ കുഞ്ഞേ, ഞാനും മടുത്തില്ലേ, നീയും മടുത്തില്ലേ? ഇങ്ങനെ കെട്ടുമ്പോഴൊക്കെ കൈയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. മരത്തിന്റെ ഇടയിലൊക്കെ പോയാൽ നമ്മുടെ കൈ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒടിഞ്ഞു പോകുമൊന്നുമില്ല, ഒടിയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് കെട്ടാം. ഇനി ഇത് കെട്ടാവേ. നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ലൂസ് ഇട്ടിട്ട് കെട്ടാൻ തുടങ്ങണം. അവിടെ നില്ലേ അടിപടിക്കും നേട്ടോട്ടെങ്കിലും എനിക്കൊന്ന് കെട്ടട്ടെ കേട്ടോ. പശു പേടിച്ചു പോയി, അതാ. നല്ല വേദനയുണ്ട്. ഇത് ഇച്ചിരിയും കൂടെ വലിയ കയറാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തേക്കുന്നത്. ഇതിനേക്കാളും ചെറിയ കയറാണ് ഇപ്പം കണ്ടിച്ചു കളഞ്ഞത്. ഇങ്ങനെയാട്ടോ മൂക്കയർ കെട്ടി വെക്കുന്നേ. അങ്ങനെ മൂക്കയർ കെട്ടിയിരിക്കുകയാണ്. ഇച്ചിരിയും കൂടെ മുറുകണമായിരുന്നു, അയഞ്ഞു പോയി. കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മുറുക്കി കെട്ടാം. ഇവിടെ വാ, ഇവിടെ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടി. മൂക്കയറെ കൂട്ടി കയറ് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വലിച്ചോണ്ട് പോകും. ഇനി അതും കൂടെ കെട്ടണം, എന്നാലേ ശരിയാവും. കുഴിയുണ്ട്, കുഴി കുഴി. അണമരേ പോവുള്ളൂ. ഇനി നമുക്ക് വേറെ ഒരു കയറും കൂടെ എടുത്തോണ്ട് വരാം കേട്ടോ. എന്നിട്ട് മൂക്കയറേന്ന് കഴുത്തേലെ വട്ടക്കയറയിലേക്ക് ഒന്നിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കെട്ടി, മരത്തെ കെട്ടിയിട്ട് അവളെ നിർത്തി വെച്ചിട്ട് നമുക്കടുത്ത മൂക്കയറയിലേക്ക് കഴുത്തേലെ നല്ല കയറ് കെട്ടിക്കൊടുക്കാം. മൂക്കയറയിലും വട്ടക്കയറയിലും കൂടെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല കയറ് ഈ കയറിന് പകരമായിട്ട് മൂക്കയറയിലേക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ പഴയ കയറ് തന്നെ എടുത്ത് മൂക്കയറും ഈ വട്ടക്കയറും കൂടെ കൂട്ടിക്കെട്ടി ഈ മരത്തിലേക്ക് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ പശുവിനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് അഴിച്ചെടുത്തു. നമ്മൾ ചുമ്മാ ഉടക്കി വെച്ചേക്കായിരുന്നു, മൂക്കയറെ കൂട്ടാതെ നമ്മൾ വെറുതെ ഈ വട്ടക്കയറെ തന്നെ ഇട്ടേക്കായിരുന്നു. അതായിരുന്നു പശു വലിച്ചുകൊണ്ട് ഓടിയത്. മൂക്കയറയിലും കൂടെ പിടുത്തമുണ്ടെങ്കിൽ മാത്രമേ പശു നമ്മളെ അനുസരിച്ച് അവിടെ നിൽക്കുകയുള്ളൂ. ഇതിപ്പം ഈ വട്ടക്കയറ മാത്രം ഉള്ളതുകൊണ്ടാണ് പശു ഇതുപോലെ ബലം എടുത്തത്. എന്നാ പറ്റിയേ, പേടിക്കണ്ട കേട്ടോ.
ഇനി നമ്മൾ ഇതിന് പകരമായിട്ട് ഈ നല്ല കയറ്, പുത്തൻ കയറ് നമ്മൾ മൂക്കയറയിലും വട്ടക്കയറയിലും കൂടെ കൂട്ടി കെട്ടുവാണ്. എനിക്കാണെങ്കിൽ ഒന്നാമത് പനിയും ജലദോഷമായിരുന്നു. അതിൻ്റെ കൂടെ മല്ലും കൂടെ എടുത്തപ്പോഴത്തേക്കിനും പൂർത്തിയായി. അതുപോലെ ഇവളും മടുത്തു കേട്ടോ. ഇവള് കുറേ നേരം നമ്മളെ കൊണ്ട് പണിയിപ്പിച്ചിട്ടാണ് ഈ മൂക്കയറി മൂക്കിനകത്ത് കയറ്റാൻ സമ്മതിച്ചത്. കുഴപ്പമില്ല കേട്ടോ, വലുതായിക്കോളും. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിക്കുവാണേ. സാരില്ല നീ, സാരില്ല, മടുത്തോ? കുഴപ്പമില്ല കേട്ടോ. എന്നെ നീ മടുപ്പിച്ചില്ലേ പിന്നെ? നീ ഓടുമല്ലായിരുന്നോ കിടന്ന്? സമ്മതിക്കുകയല്ലായിരുന്നല്ലോ. നിനക്ക് അവിടെ നിന്നായിരുന്നെങ്കിൽ ഇത്രയും ബഹളം വെച്ച് ഇങ്ങനെയൊക്കെ ഓടിയോണ്ടല്ലേ അവിടെ നിന്നായിരുന്നു ഇത്രയും വലിയ കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പുതിയ കയറ് കിട്ടിയില്ലേ ഇപ്പം? നമ്മൾ ഈ മരത്തിൻ്റെ എല്ലാ ഇടയ്ക്കും ഒക്കെ കൊണ്ട കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കയറ് വേഗം പോകുന്നത്. അതുപോലെ ഈ കുറ്റിച്ചെടിയുടെ ഇടയിലും ഒക്കെ കൊണ്ട കിട്ടുമ്പോൾ കയറ് പെട്ടെന്ന് ഡാമേജ് ആവും. അല്ലെങ്കിൽ കുറേ നാൾ നമ്മളിപ്പം തൊഴുത്തിൽ തന്നെ നിർത്തി കെട്ടുന്ന പശുവാണെങ്കിൽ ഈ കയർ ഇതുപോലെ അങ്ങനെയൊന്നും വേഗം ചള്ളായി പോവുകയാണ്. ഇതിപ്പം മിക്കവാറും ഇങ്ങനെ കയർ നമ്മൾ മാറി കെട്ടേണ്ട അവസ്ഥയാണ്. മൂക്കയറാണേലും കുറെ പൊട്ടും. ഇത് ഒരുപാട് പിണിയായിട്ട് പൊട്ടിപ്പോയായിരുന്നു. ഇപ്പം നമ്മളിത് കണ്ടോ, മൂക്കയറും വട്ടക്കയറും കൂടെ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. സൂം ചെയ്തെടുത്തടി. നമ്മൾ വട്ടക്കയറും, ഇതാണ് മൂക്കയറ്, ഇതാണ് വട്ടക്കയറ്. മൂക്കയറും വട്ടക്കയറും കൂടെ ഒന്നിച്ച് പുതിയ കയറിട്ടു. ഇനി നമുക്ക് ഈ പഴയ കയറ് അഴിച്ചുവിടാം. ഓടല്ലേട്ടാ, ഇല്ലേ? ഇത് നമ്മൾ അഴിച്ചു കളഞ്ഞേ. ഇത് പുതിയ കയറ്. അഴിക്കട്ടെ അഴിക്കട്ടെ. അങ്ങോട്ട് ഇങ്ങനെ എടുത്തോ. അപ്പം നമ്മൾ പുതിയ കയറെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ കയറെല്ലാം ഇട്ട് പശു റെഡി ആയിട്ടുണ്ട്. നമ്മളിനി തൊഴുത്തിലോട്ട് കൊണ്ട് കെട്ടാൻ പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.